മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അടുത്ത ദിവസം അവർ ബെഥനിയായിൽ നിന്ന് വരുമ്പോൾ യേശുവിന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ടു നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്നു വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഏറ്റവും സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. 11-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവന് വിശക്കുന്നുണ്ടായിരുന്നു. മർക്കോസ് സുവിശേഷകൻ ഗ്രീക്ക് ഭാഷയിലാണ് ഈ സുവിശേഷം വിരചിച്ചത്. പെയ്നാസേൻ എന്നുള്ള വാക്കാണ് മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. പെയ്നാസേൻ എന്ന് പറഞ്ഞാൽ ഹി വാസ് ഹംഗറി എന്നുള്ളതാണ്. ഹി വാസ് ഹംഗറി, അവന് വിശക്കുന്നുണ്ടായിരുന്നു. യേശുവിൻ്റെ വിശപ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ തുടങ്ങിയതാണ്. ഇന്നും യേശുവിൻ്റെ വിശപ്പ് അവസാനിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. മറിയത്തിൻ്റെ പുത്രനായിട്ട് യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ തീർച്ചയായും യേശുവിന് വിശന്നിട്ടുണ്ട്. വിശന്ന യേശുവിന് അമ്മ മറിയം അമ്മപ്പാൽ നൽകിയിട്ടുണ്ട്, മുലപ്പാൽ നൽകിയിട്ടുണ്ട്. അത് ബൈബിളിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ബൈബിളിൽ യേശുവിൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യമാണ് യേശുവിനെ വിശന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഹംഗറി എന്ന് പറയുന്നത്. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം, മത്തായിലും ലൂക്കായിലും എഴുതിയിട്ടുണ്ട്, യേശു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 40 ദിവസത്തെ തൻ്റെ പ്രാർത്ഥനയും ഉപവാസത്തിനും ശേഷം യേശുവിന് വിശന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ശരീരത്തിൻ്റെ വിശപ്പാണ്. ആത്മീയമായി ചിന്തിച്ചിട്ട് ഇന്ന് നമ്മളൊക്കെ പറയും മനുഷ്യന് 2 തരത്തിലുള്ള വിശപ്പുണ്ട്. ഒന്ന് ആത്മീയ വിശപ്പും മറ്റൊന്ന് ശാരീരികമായ വിശപ്പും. മനഃശാസ്ത്രം പഠിക്കുമ്പോൾ മനുഷ്യന് 3 തരത്തിലുള്ള ഡ്രൈവ്സ് ഉണ്ട്. ഒന്ന് തേഴ്സ്റ്റ്, 2 ഹങ്കർ, 3 സെക്സ്. ഇത് 3ഉം മൃഗങ്ങൾക്കുള്ളതാണ്, മനുഷ്യനുമുണ്ട് എന്നുള്ളത് സത്യമാണ്. മനുഷ്യന് ദാഹം വരും, മൃഗങ്ങൾക്ക് ദാഹം വരും. ആ ദാഹം വരുമ്പോൾ വെള്ളം അന്വേഷിച്ച് പോയി അത് കണ്ടെത്തി, അത് കുടിക്കുന്നു, സംതൃപ്തമാകുന്നു, റെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ദാഹം വന്നാൽ അവന് ഉപയുക്തമാകുന്ന
ആ വെള്ളം കണ്ടെത്തി കുടിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് വിശപ്പും. വിശപ്പ് വരുമ്പോൾ അന്വേഷിക്കും, കണ്ടെത്തും, ഭുജിക്കും, റെസ്റ്റ് ചെയ്യും. ഇവിടെ പറയുകയാണ്, യേശുവിന് വിശക്കുന്നുണ്ടായിരുന്നു. വിശക്കുന്ന യേശു അന്വേഷിക്കുകയാണ്. നിറഞ്ഞു നിൽക്കുന്ന അത്തിമരം, ഇലകളാൽ സമ്പൂർണമായ അത്തിമരം, നിറയെ ഇലയാണ്. ചില മനുഷ്യരൊക്കെ അങ്ങനെയാണ്, നിറഞ്ഞു കിടക്കുന്ന മനോഹരമായ വസ്ത്രങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, പക്ഷെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒന്നും നമ്മൾ കാണുകയില്ല. ദാരിദ്ര്യത്തിലാണ് പല മനുഷ്യരും എന്നുള്ളത് വേറൊരു സത്യമാണ്. മനോഹരമായ സൗധങ്ങളൊക്കെ കാണുന്നു, ജെറുസലേം ദേവാലയം കാണുന്നു. യേശു അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ലില്ലാതെ ശേഷിക്കുമെന്ന് യേശു പറഞ്ഞു. AD 72 റോമൻ പട്ടാളം വന്ന് ആ ജെറുസലേം ദേവാലയം മുഴുവനും നശിപ്പിച്ചു. ഇന്നേ വരെ പിന്നീട് ജെറുസലേം ദേവാലയം ഉണ്ടായിട്ടില്ല. നമ്മുടെ വിഷയം വിശപ്പിനെ കുറിച്ചാണ്. അവന് വിശക്കുന്നുണ്ടായിരുന്നു. യേശു 2 പ്രാവശ്യമാണ് പറയുന്നത്. ഒന്ന് ബൈബിളിൽ പറയുന്നത്, ഒന്ന് യേശു 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ, 40 ദിവസം ഉപവസിച്ചു. ദൈവത്തിൻ്റെ, യേശുവിൻ്റെ മാനുഷികമായ കാഴ്ചപ്പാടാണ് പറയുന്നത്. അത് മനുഷ്യന് വിശക്കുന്നുണ്ട്. ഇന്ന് ലോക ജനസംഖ്യയിൽ വളരെയധികം ആളുകൾ വിശപ്പിൽ ജീവിക്കുന്നവരാണ്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവരാണ്. നമ്മുടെ കേരളത്തിൽ 2018 അട്ടപ്പാടിയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 22-ാം തീയതി ഫെബ്രുവരിയിൽ നടന്നത്. മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ്, ആ വ്യക്തിക്ക് അല്പം മാനസികമായ പ്രശ്നങ്ങളുണ്ട്. വിശന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കട്ടെടുത്തു. അതിൻ്റെ പേരിൽ കുറേ ആളുകൾ ചേർന്ന് ഈ മനുഷ്യനെ മരത്തിൽ കെട്ടിയിട്ടിട്ട് തല്ലി, അടിച്ചു, മുറിവേൽപ്പിച്ചു. അവൻ മരിച്ചു. മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. വിശക്കുന്ന ഒരു മനുഷ്യനെ, സമ്പൂർണ്ണ വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ ചെയ്ത ക്രൂരത ആത്മീയമായ ഒരു ക്രൂരതയല്ല. ആത്മീയമായിട്ട് ഉള്ള ഒരു മനുഷ്യൻ ഈ ക്രൂരത ചെയ്യുകയില്ല. മധുവിനെ കുറിച്ച് കോടതി അന്വേഷിച്ചു. കോടതി അന്വേഷിച്ച് ഈ 12 പേരാണ് അതിനകത്ത് ഉൾപ്പെട്ടത് എന്ന് വ്യക്തമായിട്ട് കോടതിക്ക് ബോധ്യമായി. ആ 12 പേരെയും ശിക്ഷിച്ചു. ഈ വചനം കേൾക്കുന്ന എത്ര പേര് യഥാർത്ഥത്തിൽ വിശപ്പ് അനുഭവിക്കുന്നവരാണ്? ഈ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിശപ്പറിഞ്ഞിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ വിശപ്പ് അനുഭവിച്ച മക്കള് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലൊരു സ്ത്രീ CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ്. വന്ന ദിവസം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തപ്പോൾ അവരുടെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പറയുക, അച്ഛ, എൻ്റെ ജീവിത പങ്കാളി എല്ലാ ദിവസവും പാറമടയിൽ പോയി ജോലി ചെയ്ത് 500 രൂപയോളം ഉണ്ടാക്കും. 500 രൂപ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അത് വലിയ തുകയാണ്. എന്നാൽ അച്ഛ, എൻ്റെ കുഞ്ഞുമക്കള് ഈ കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് ഭക്ഷണമില്ലായിരുന്നു. യേശു പറയുന്നുണ്ട്, വിശന്നു വരുന്നവനോട് നീ പോയി സഹിക്കുക, തണുപ്പകറ്റുക എന്നാണോ പറയാറുള്ളത്? അവൻ്റെ വിശപ്പ് മാറ്റാനുള്ള ഒരു വിളി, ഒരു കാര്യം നമുക്കൊക്കെ ഇല്ലേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിന് താല്പര്യം കാണിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം.
പ്രത്യേകിച്ച് ഓണത്തിൻ്റെ അവസരങ്ങളൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നതാണ് ഓണാഘോഷങ്ങളൊക്കെ. യുദ്ധം മൂലം ഇന്ന് വിശപ്പ് അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരില്ലേ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്തവരില്ലേ? യേശു പറയുകയാണ്, അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് ഹംഗ്രി. യേശുവിൻ്റെ ജീവിതത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 30 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ അരികിലേക്ക് വന്ന ജനങ്ങൾക്ക് 50,000 ആളുകൾക്ക് യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ആ ഭക്ഷണം വർദ്ധിപ്പിച്ചു നൽകി. യേശുവിൻ്റെ മനോഭാവം അതാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്ന മനോഭാവമാണ് യേശുവിന്. നൂറുകണക്കിന് യേശുവിൻ്റെ തനയര്, പല സംഘടനകൾ ഭക്ഷണം കൊടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ ആണുങ്ങൾക്ക് മാത്രമായിട്ട് കൊടുത്തതാ. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അവിടെ 12 കുട്ട നിറയെ, ബാക്കി വലിയ കൊട്ടകളെന്നാ പറയുന്നത്, കൊടുക്കുവാൻ തയ്യാറായി. യേശു വേറെ ഒരിക്കൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ പറയുകയാണ്, 4000 ജനങ്ങൾക്ക് 7 അപ്പവും കുറച്ച് മീനും. ഈ കുറച്ച് മീനെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ചെറിയ മത്സ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ കൊഴുവ വറുത്ത് കഴിക്കുന്നവരാണ്. ഒരുപക്ഷെ രുചി നിറഞ്ഞ ആ കൊഴുവ മത്സ്യം, ആ ചെറുമീൻ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഈ ഭാഗം വായിക്കുമ്പോൾ, ഈ കടലിലും പുഴയിലുമൊക്കെ ഇത്രയധികം മത്സ്യങ്ങൾ ആര് നൽകുന്നു? ഓരോ ദിവസവും എത്രയോ ടൺ മീനുകളാണ് പിടിച്ചുകൊണ്ടുവരുന്നത്. മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണമുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ആളുകളോട് ചോദിക്കും, നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നവരാണോ, കൊണ്ടുപോയി കളയുന്നവരാണോ? എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. മിക്കവാറും ആ മനുഷ്യൻ ഭക്ഷണം എടുത്തിട്ട് ആ ഭക്ഷണത്തിൽ ഒരു ചെറിയ ഭാഗം കഴിച്ചിട്ട് എല്ലാ ദിവസവും കൊണ്ടുവന്ന് വേസ്റ്റ് ആക്കുന്നു. വേസ്റ്റ് പാത്രത്തിൽ കൊണ്ടുവന്നിടുന്നു. നല്ല ഭക്ഷണമാണ്. നമ്മൾ വേസ്റ്റ് ഭക്ഷണം വരുത്തുന്നവരാണോ? ഇവിടെ പറയുകയാണ്, യേശുവിന് വിശന്നു എന്ന്. യേശുവിന് വിശന്നു. പാനിയേസേൻ, ഹി വാസ് ഹംഗ്രി എന്നാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. ഹീബ്രുവിൽ പറയും റായേൻ, വിശന്നു. ശാരീരികമായ വിശപ്പ് അകറ്റിയതിനു ശേഷം യേശു എപ്പോഴും ആത്മീയ ഭക്ഷണം കൊടുക്കുന്നത്. നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നമ്മൾ പലരും ആത്മീയമായ ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷേ അവൻ്റെ വിശപ്പിന് പറ്റിയത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. വിധവയുടെ കൊച്ചു നാണയത്തെ കർത്താവ് പുകഴ്ത്തി പറഞ്ഞു. ഒരു പിടി ചോറ് വിശക്കുന്നവന് വെച്ച് കൊടുക്കുമ്പോൾ ആ വിധവയുടെ നിലയിലാണ് നിങ്ങൾ. എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ വീട്ടിൽ ഒരു ചക്കയുണ്ടായി, സാമാന്യം മുഴുപ്പുള്ള ഒരു ചക്ക. ആ ചക്ക 8 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അയൽവക്കത്തുള്ള എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ പങ്കുവയ്ക്കുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമകളാണ് നമ്മളെല്ലാം. യേശു ഭക്ഷണം അന്വേഷിക്കുന്നു. ഭക്ഷണം അന്വേഷിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വലിയൊരു കടമയുണ്ട്. ഹി വാസ് ഹംഗ്രി. ഹി വാസ് പൈനേസേൻ.
ഹി വാസ് റായൽ. ഭക്ഷണം അന്വേഷിക്കുന്ന നമുക്ക് കൊടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, സുവിശേഷത്തിൽ 2 പ്രാവശ്യമാണല്ലോ അങ്ങേക്ക് വിശന്നു എന്നുള്ള വചനം കാണുന്നത്. 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുടെയും അവസാനം അങ്ങേക്ക് വിശന്നു എന്ന് ഞങ്ങൾ കാണുന്നു. തലേ ദിവസം ജെറൂസലേം ദേവാലയവും ചുറ്റി കണ്ടതിന് ശേഷം പിറ്റേ ദിവസം ബെഥനിയായിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങേക്ക് വിശന്നു. പോകുന്ന വഴിയിൽ അവർ വീണു പോയേക്കാമെന്ന് കരുതി അങ്ങ് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയല്ലോ. ദൈവമേ, ഞങ്ങളുടെ ഭാരതത്തിൽ, ഞങ്ങളുടെ കേരളത്തിൽ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പങ്കുവയ്ക്കുന്ന ഒരു നല്ല മനോഭാവം ഞങ്ങളിൽ വളർത്തി തരണമേ. ഇല്ലാത്തവർക്ക് കൊടുക്കാനും പങ്കുവയ്ക്കാനും ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ പങ്കുവയ്ക്കാൻ പഠിപ്പിക്കാൻ ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ. വിശക്കുന്ന എല്ലാ ജനതകളെയും എല്ലാ മക്കളെയും ഈ അവസരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളുടെ വിശപ്പകറ്റാൻ രാപകൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും മനുഷ്യരുടെ വിശപ്പകറ്റാൻ അധ്വാനിക്കുന്ന എല്ലാ സാമൂഹിക സംഘടനകളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അങ്ങ് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നു വേണ്ടുന്ന അപ്പം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവർക്കും അപ്പം കൊടുക്കാൻ ഇടയാകണമേ. ദൈവമേ, അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങയുടെ വിശപ്പിലേക്ക്, ഹി വാസ് ഹംഗ്രി, അവന് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങയുടെ ഈ വചനത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ.